പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മെ ഒറ്റപ്പെടുന്ന നടുവിൽ നമ്മെ സ്ഥിരോത്സാഹത്തോടെ നിലനിർത്തുവാൻ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനഭാഗം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായമാണല്ലോ. 5 സന്ദർഭങ്ങളെ നമുക്ക് ഈ അധ്യായത്തിൽ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയും. ആദ്യ ഭാഗത്ത് 17-ന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ രൂപാന്തരത്തെയും ആ രൂപാന്തരപ്പെടുന്ന കർത്താവിനോടുകൂടെ പഴയ നിയമഭക്തന്മാരായ മോശയുടെയും ഏലിയാവിനെയും ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും യാക്കോബും കാണുകയും അതിനുശേഷം ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ദൈവിക ദർശനം, ദൈവിക വെളിപ്പാട് പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിന്, ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്നൊരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവസാന്നിധ്യം വിട്ടെഴുന്നേൽക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്ന ആട്ടെ കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം തേജസ്കരിക്കപ്പെട്ട, രൂപാന്തരപ്പെട്ട ആ കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തു ജീവിതം ധന്യമായി തീരും. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൻ്റെ ഏകാന്തതയിലായിരുന്നപ്പോൾ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ള ദർശനം അവനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ നാളുകൾ നമ്മുടെ ക്രിസ്തു ജീവിതം പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മെ ഒറ്റപ്പെടുന്ന നടുവിൽ നമ്മെ സ്ഥിരോത്സാഹത്തോടെ നമ്മെ നിർത്തുവാൻ നമുക്കാവശ്യം ദൈവിക ദർശനങ്ങളാണ്. 2-ാം ഭാഗത്ത് നമുക്ക് 17-ന്റെ 2-ാം ഭാഗങ്ങൾ 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ വരുവാനുള്ള ഏലിയാവ് യോഹന്നാൻ സ്നാപകനാണ് എന്നുള്ള കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള മുന്നറിവ് അവർക്ക് നൽകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. 17-ന്റെ 14 തൊട്ട് 21 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു പിതാവ് തൻ്റെ മകൻ്റെ സൗഖ്യത്തിനായി ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവർക്കതിന് കഴിയാത്തതിനെ കർത്താവിനോട് സംസാരിക്കുകയും കർത്താവ് പറയുകയാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഇന്ന് പകലിൽ നമുക്ക് കഴിയാത്തതിനെ, നമുക്ക് സാധ്യമല്ലാത്ത വിഷയങ്ങളെ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക്, കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം കൊണ്ടുവരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കൽപ്പിപ്പാൻ, വിടുതൽ കൽപ്പിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആ പിതാവിനെ സംബന്ധിച്ച് തൻ്റെ മകന് ചന്ദ്രരോഗമാണ്. ആ രോഗത്തിൻ്റെ ലക്ഷണം തൻ്റെ മകനെ പലപ്പോഴും വെള്ളത്തിലും പലപ്പോഴും തീയിലും തള്ളിയിട്ട് വളരെ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ വരുത്തുമ്പോൾ യേശു കർത്താവ് ആ ബാലനെ നോക്കുമ്പോൾ അവനെ കാണുന്നത് ഒരു രോഗിയായിട്ടല്ല, അല്ലെങ്കിൽ ഈ പലപ്പോഴും വെള്ളത്തിലും തീയിലും തള്ളിയിട്ട് അവനെ കഷ്ടപ്പെടുത്തുന്ന അവനുള്ള സാത്താനെ, അവനുള്ള ഭൂതത്തെ യേശു കർത്താവ് ശാസിക്കുകയും അവനെ പൂർണ്ണ സൗഖ്യമുള്ളവനായി പിതാവിന് മടക്കി നൽകുന്നതായിട്ട് നാം വായിക്കുന്നു. അതിനുശേഷം കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് സാധ്യമല്ല? ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിലും പലതും നമുക്ക് സാധ്യമല്ല, എന്തുകൊണ്ടാണ് സാധ്യമാകാത്തത് എന്ന് യേശു കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നൽകുന്ന മറുപടി നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ്. നിങ്ങളുടെ അവിശ്വാസങ്ങളെ മാറത്തക്കവണ്ണം, ഈ വീര്യപ്രവൃത്തികൾ ചെയ്യത്തക്കവണ്ണം കർത്തൃസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഉപവസിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അസാധ്യങ്ങളെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ സാധ്യമായി തീരും. നമുക്ക് നമ്മുടെ മുമ്പിൽ കർത്താവ് സാധ്യതയുടെ വഴികൾ നമ്മുടെ മുമ്പിൽ കർത്താവ് തുറന്നു നൽകുകയാണ്. നമുക്ക് വിശ്വാസത്തോടെ
കർത്താവ് പറഞ്ഞതിനെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മിൽ കൂടെയും കർത്താവ് ഈ നാളുകളിൽ വലിയ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ഇഷ്ടപ്പെടുന്നു. 17, 22, 23 വാക്യങ്ങളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ ഒറ്റിക്കൊടുക്കുന്ന, തന്നെ തള്ളിക്കളയുന്ന, തന്നെ വിട്ട് ഓടിപ്പോകുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. അവസാന ഭാഗങ്ങളിൽ 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളിൽ ചുങ്കക്കാർ പത്രോസിനോട് കർത്താവ് ചെങ്കം കൊടുക്കുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ കർത്താവ് പ്രത്യേകാൽ പത്രോസിനോട് ചോദിക്കുകയാണ്. അവനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് 1/2 ശെക്കൽ വെള്ളി പ്രതി ഓരോ വ്യക്തിയും ആലയത്തിലേക്ക് നൽകേണ്ടതിന് കൊടുക്കുവാൻ ഉത്സാഹിപ്പിക്കുകയും കർത്താവ് തനിക്കും തൻ്റെ ശിഷ്യനായ പത്രോസിനും വേണ്ടത് മുൻകരുതുകയും പത്രോസിന് കൂടെ ആ കാര്യം നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവൻ കടലിൽ പോയി ചൂണ്ടലിട്ട് ആദ്യം ലഭിക്കുന്ന മീനിൻ്റെ വായിൽ നിന്ന് ചതുർത്ഥമ പണം ലഭിക്കുകയും അത് പത്രോസിനും തനിക്കും വേണ്ടി ചുങ്കം കൊടുക്കുവാൻ കർത്താവ് കൽപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ആമേൻ. നമ്മുടെ ആവശ്യങ്ങൾ മുന്നമേ അറിയുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴികളെയും മുഖാതിരകളെയും തുറക്കുകയും തക്ക സമയത്ത് അതൊക്കെ നിവർത്തിച്ചു നൽകുന്ന സർവശക്തനും സർവജ്ഞാനിയുമായ ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതിനായി കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ആ ദൈവിക ദർശനങ്ങൾ പ്രാപിച്ചവരായി നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മുടെ മുമ്പിലുള്ള അസാധ്യങ്ങളെ സാധ്യമാക്കത്തക്കവണ്ണം കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.